വന്യമൃഗശല്യം തടയാനുള്ള പദ്ധതികൾക്കും ഒപ്പം വിനോദസഞ്ചാരത്തിനും പ്രാമുഖ്യം നൽകി കോന്നി ഗ്രാമപഞ്ചായത്ത് പുതിയ സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭ മുരളിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയോട് ചേർന്ന് കിടക്കുന്നതാണ് കോന്നി ഗ്രാമപഞ്ചായത്ത്. കോന്നി ഗ്രാമപഞ്ചായത്തിലെ അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, ജനകീയമായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭ മുരളിയാണ്. എങ്ങനെയാണ് വൈസ് പ്രസിഡന്റ് പുതിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്? എന്തൊക്കെ പദ്ധതികളാണ്? നമ്മുടെ വളരുന്ന ഒരു കോന്നിയായുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് നമ്മൾ പ്രാവശ്യം അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ 2050 ആകുമ്പോൾ കോന്നിയുടെ വികസനം എത്രത്തോളം ആകുമെന്ന് ഉള്ള ഒരു മുന്നൊരുക്കമായിട്ടാണ് നമ്മുടെ ഈ ബഡ്ജറ്റിനെ നമ്മൾ അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടും കർഷകർ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളായ കാട്ടുപന്നിയുടെ ശല്യവും അതിനൊക്കെ എതിരെ നമുക്കൊരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ മുൻനിരയിൽ കൊണ്ടുവരുന്നതിനായിട്ട് അവർക്ക് സ്വയം തൊഴിൽ എന്ന ഇതിലേക്ക് കുടുംബശ്രീ യൂണിറ്റുകൾ കൂടി അതുവഴി അവർക്ക് സ്വയം തൊഴിൽ പദ്ധതിയായി ബുക്ക് ബൈൻഡിങ് സ്കൂളുകൾക്ക് നിർമ്മിച്ച് നൽകുന്നതിനും പ്രധാനമായും ഊന്നൽ നൽകിയിട്ടുണ്ട്. ടൂറിസത്തിന് ഏത് പ്രാധാന്യമുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് കോന്നി. എന്തൊക്കെ അതൊക്കെ പരാമർശിക്കും. ഈ പുതിയ ഭരണസമിതിയുടെ ആദ്യത്തെ ബഡ്ജറ്റ് എന്നുള്ള നിലയിൽ ഭാവി കോന്നിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പദ്ധതികളാണ് ഇതിനകത്ത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 2050 എന്ന് പറയുന്ന ഒരു വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അനന്തമായ വികസന സാധ്യതകളുള്ള ഒരു കോന്നിയിൽ ഇന്നും ഒരുപാട് പരിമിതികളുണ്ട്. നമുക്ക് കോന്നിയിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വേണം. അതേപോലെ തന്നെ കോന്നിയിലെ കുട്ടികളുടെയും ചെറുപ്പക്കാരുടെയും വലിയൊരു ആഗ്രഹമാണ് കളിക്കളം. അതേപോലെ തന്നെ കോന്നിയിൽ സ്വന്തമായിട്ടൊരു PS സെന്റർ ഇല്ല. അതെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളാണ് ഇവിടെ രൂപീകരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട് അനന്തമായ സാധ്യതകളുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയിൽ ടൂറിസം പദ്ധതികൾക്ക് ഒരു വൻ തുകയാണ് ഈ ബഡ്ജറ്റിൽ പല പദ്ധതികൾക്കായി നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ വൻ വികസന പദ്ധതികൾ നടക്കുന്നതോടൊപ്പം തന്നെ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് വിടുന്ന പാവപ്പെട്ട ആളുകളുണ്ട്. അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ പത്രമാധ്യമങ്ങളൊക്കെ മലയോര കർഷകരെയും അവരുടെ വന്യമൃഗശല്യവും കൃഷിയൊക്കെ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യുന്നു. അതിനൊക്കെ പരാമർശിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബഡ്ജറ്റ്. കാരണം കാർഷിക മേഖലയ്ക്ക് ഏറ്റവും ഊന്നൽ കൊടുക്കുന്ന ഒരു ബഡ്ജറ്റാണ് നമ്മുടെ കോന്നി പഞ്ചായത്ത്. സമഗ്ര മേഖലയിലും അത് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കാർഷിക മേഖലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം നമ്മുടെ കർഷകരുടെ ഒരു പ്രധാനപ്പെട്ട ആസ്ഥാനമാണ് കോന്നി. അപ്പോൾ നമ്മൾ കോന്നി പഞ്ചായത്ത് തന്നെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് സ്വന്തമായിട്ട് കൃഷി ഭവൻ സ്ഥാപിച്ചു. ഇപ്പോൾ ആ കൃഷിഭവൻ്റെ ഓടൊപ്പം തന്നെ അവിടെ പുതിയ ഒരു കെട്ടിടം കൂടെ അതിനോടൊപ്പം തന്നെ സ്ഥാപിച്ചുകൊണ്ട് കർഷക കൂട്ടായ്മ കൂടെ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. കോന്നി 2050 എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു വലിയ ദീർഘവീക്ഷണത്തിലുള്ള ഒരു ചിന്തയാണ് നമ്മളുടെ ഈ പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റിലൂടെ വിഭാവനം ചെയ്യുന്നത്. അങ്ങനെ കോന്നിയെ 2050 വിഭാവനം ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണ് കോന്നി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അവതരിപ്പിച്ചിട്ടുള്ളത്. ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.